യേശുവിന് നേരെ പിശാച് അഴിച്ചുവിട്ട പരീക്ഷണങ്ങൾ 3. 1, കല്ലിനോട് അപ്പമാകാൻ പറ. അയ്യോ, പിശാച് ചോദിച്ച 2 പദങ്ങൾ ഞാൻ എൻ്റെ ബൈബിളെ അടിവരയിട്ട് വെച്ചിട്ടുണ്ട് പാസ്റ്ററെ. ഒന്നാമത്തേനെന്നറിയോ? നീ ജീവിച്ചിരിക്കേണ്ടതിന് കല്ലിനോട് അപ്പമാകാൻ പറ. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിക്കണ്ടേ? ആ 2 ചോദ്യം വീട്ടിൽ പോയി വരയിട്ടേക്കണം. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിക്കണ്ടേ? ഈ ചോദ്യം ചില ഭർത്താക്കന്മാർ ഭാര്യയോട് ചോദിച്ചിരുന്നെങ്കിൽ കുടുംബജീവിതം തകരിയല്ലായിരുന്നു. ചില ഭാര്യമാര് ഭർത്താക്കന്മാർ ഇയാൾക്ക് വിശക്കുന്നുണ്ടോ, ഇയാൾ ജീവിച്ചിരിക്കണ്ടേ എന്നൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നമെല്ലാം അവിടെ കൊണ്ട് അവസാനിച്ചേനെ. ആമേ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മൾ വിചാരിക്കുന്നത് പോലെ വികൃത വേഷം കെട്ടി സാത്താൻ വരില്ല. പിശാച് താനും ബാക്കി പറ വിളിച്ച ദൂതന്റെ വേഷം. ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ എടുക്ക്. സാത്താൻ തെറി പറഞ്ഞിട്ടില്ല, സാത്താൻ അശ്ലീലം പറഞ്ഞിട്ടില്ല, സാത്താൻ ചീത്ത പറഞ്ഞിട്ടില്ല. ഒരിടത്ത് സാത്താൻ പറഞ്ഞിട്ട് തെറി കാണിച്ചു തരാവോ? ഇല്ല. അപ്പൊ തെറി പറയുന്നവൻ അവനേക്കാൾ അധമനാണെന്ന് ഓർത്തോണം. സാത്താൻ എവിടെയെല്ലാം വാ തുറന്നിട്ടുണ്ടോ ഒരു വചനത്തിന്റെ അകമ്പടിയോടെ സംസാരിച്ചിട്ടുള്ളൂ. ശരിയാണോ? നിങ്ങളൊന്ന് സാത്താനോട് ചോദിച്ച്, സാത്താനെ നീ സാത്താനായിട്ട് എന്നാ സാത്താനെ നീ തെറി പറയാത്ത, ചീത്ത പറയാത്തത്? സാത്താൻ പറയും, ഞാൻ സാത്താനാണേലും ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി സ്വർഗമാണ്. അവിടെ ഒരു മാന്യതയുണ്ട്, അവിടെ ഒരു അന്തസ്സുണ്ട്. അതേ എൻ്റെ വായി വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്പൂതിരിയോട് വഴക്ക് കൂടിയ ദേഷ്യം കയറുമ്പോൾ പോടാ പരിപ്പേന്നേ വിളിക്കുള്ളൂ. കാര്യം അദ്ദേഹം എപ്പോഴും ഇടപെടുന്നത് പരിപ്പും പയറുമായിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വർഗമെന്ന യൂണിവേഴ്സിറ്റിക്ക് ഒരു മാന്യതയുണ്ട്, ദൈവജനത്തിനൊരു മാന്യതയുണ്ട്. അതിൻ്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടരുത്. പോട്ടെ, എനിക്ക് ദൂത് പറഞ്ഞു പോകണം, നേരമേ ഉള്ളൂ. സാത്താൻ യേശുവിനോട് പറയുകയാ, കല്ലിനോട് അപ്പമാകാൻ പറ. നിനക്ക് ജീവിച്ചിരിക്കണ്ടേ, നിനക്ക് കഴിക്കണ്ടേ? യേശു സാത്താനിട്ട് ഒരൊറ്റ നോട്ടം. എൻ്റെ ഉള്ളിലെ ചിന്ത അതൊന്നും ബാക്കിയില്ല ഇവിടെ. കാര്യം എന്നാണെന്നറിയാമോ? യേശു ജനിച്ചത് നസറേത്തിലാണ്. യേശു ജനിച്ചു വീണത് വെളിമ്പ്രദേശത്താണ്. ടർക്കിക്കകത്ത് പൊതിഞ്ഞ്, ഹീറ്റ് ശിലക്കകത്ത് പൊതിഞ്ഞ് കിടത്തിയത് കാലിത്തൊഴുത്തിലാണ്. വളർന്നത് ദാരിദ്ര്യത്തിന് മധുരത്തിലാണ്. യേശു ഒത്തിരി പട്ടിണി കടന്നിട്ടുണ്ട്. കേട്ടില്ല? യേശു ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. അന്നൊന്നും 50 പൈസയുടെ ബണ്ണും മേടിച്ചുകൊണ്ട് നസറത്തിൽ പോകാത്ത സാത്താൻ ഇപ്പൊ ഒരു കൊട്ട അപ്പം കൊണ്ടെന്തിനാ വരുന്നത്? സാത്താന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. പിതാവ് പറഞ്ഞ വാക്ക്, ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന്. എവിടെയാ പോരാട്ടം തുടങ്ങുന്നറിയാമോ? നീ ആരാന്ന് വെളിപ്പെട്ടാൽ പിശാച് പോരാടാൻ തുടങ്ങും. ഇനി ദൂത് പറഞ്ഞ് മുൻപോട്ട് പോക. കല്ലിനോട് അപ്പമാകാൻ പറ. യേശു സാത്താനോട് പറഞ്ഞ മറുപടി പച്ച മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാ, സാത്താനെ, ഇത് ആഹാരം തിന്ന് വയറു നിറയ്ക്കുന്ന തലമുറയല്ല, ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകുന്ന തലമുറയാ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകുന്ന തലമുറയാണ്. ഇത് വചനം കേട്ട്. പുതിയ നിയമ ദൈവസഭ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, റബ്ബർ തോട്ടത്തിന് വേണ്ടിയുള്ളതല്ല, വീസൈഡ് റബ്ബർ സ്റ്റാമ്പ് അല്ല ദൈവസഭ. കല്യാണം നടത്തി കൊടുക്കുന്ന മാരേജ് ബ്യൂറോ അല്ല ദൈവസഭ. കർത്താവിനെ സേവിച്ചാൽ കൊച്ചിന്റെ ഭാവി നടക്കും. പക്ഷേ സേവിക്കുന്നത് കൊച്ചിന്റെ കല്യാണത്തിനല്ല. മനസ്സിലാകുന്ന ഭാഷ പറയാം. ഇവിടുന്ന് കാറും എടുത്തോണ്ട് കാട്ടാക്കടയ്ക്ക് പോയാൽ റോഡിന്റെ സൈഡിലെ കരിയില പറക്കാറുണ്ട്, റൈറ്റ്? പക്ഷെ കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല, കാർ ഓടിയാൽ കരിയില പറക്കാറുണ്ട്. യേശുവിനെ സേവിക്കുന്നത് മകളുടെ കല്യാണത്തിലല്ല, സേവിച്ചാൽ അത് നടക്കും. ഇങ്ങനെ കൈയടിച്ചാൽ 28 പോലും നടക്കുകയില്ല മര്യാദയ്ക്ക്. ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഇത് ഭക്ഷണമല്ല, ഇത് വയറു നിറയ്ക്കലല്ല. എല്ലാവരും എന്നെ കേട്ടേ, ഇത് നിത്യതയാണ്, സ്വപ്നം. ഹല്ലേലൂയ. പൗലോസിന്റെ ഭാഷ പറയട്ടെ, ദ്രവത്വമുള്ളത് അദ്രവത്വം, മർത്യമായത് അമർത്യത, മരണമെങ്കിൽ ജയം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പുതിയ നിയമസഭയുടെ നട്ടെല്ല് ഉൽപ്രാപണമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശു മടങ്ങി വരും, ഞാൻ പോകും? വിട്ടേര്. ദേവാലയ ഗോപുരത്തിന് മേളിൽ കയറ്റി താഴോട്ട് ചാടാൻ യേശു പറഞ്ഞ മറുപടി നല്ല രസമുള്ള മറുപടിയാ. പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി.
മനസ്സിലാക്കി തരാൻ എനിക്കൊരു നേരമില്ല. പിടിക്കുമെന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. കാര്യം ഞങ്ങളുടെ അപ്പനും മോനുമാണ്. തള്ളിയിട്ടാ പിടിക്കും, ചാടിയാൽ പിടിക്കുകയില്ല. അതുകൊണ്ടാണ് യോന പറഞ്ഞത്, ഞാൻ കടലിലോട്ട് ചാടുകയില്ല, നിങ്ങൾ എടുത്തിട്ടേക്കാൻ പറഞ്ഞത്. ചാടിയാൽ ആത്മഹത്യ, എടുത്തിട്ടാ നിത്യത. പുള്ളി ആരാ? പുള്ളി നിങ്ങൾക്കറിയാം. പോട്ടെ. മൂന്നാമത്തത്, 7 ഭൂഖണ്ഡത്തിന്റെ പട്ടയം ആധാരം എടുത്ത് യേശുവിന്റെ കൈ കൊടുത്തേച്ചു പറഞ്ഞു, എന്നെ ഒന്ന് സേവിച്ചു, ഒന്ന് വർഷിപ്പ് ചെയ്തേരെ, ഇത് ഞാൻ നിനക്ക് അങ്ങോട്ട് തന്നേക്കാം. യേശു പറഞ്ഞു, എടാ പൊട്ടാ, 7 ഭൂഖണ്ഡത്തിന്റെ ആധാരത്തെക്കാൾ വലുതാടാ ഒരാരാധന. അതെനിക്ക് 1 മിനിറ്റ് പറയണം. വകയിലുള്ള അമ്മാച്ചന്റെ മോന്റെ അളിയന്റെ ഉപ്പാപ്പന്റെ അനിയന്റെ നിനക്ക് പോലും ബന്ധം അറിയാത്ത കല്യാണത്തിന് സഭായോഗം മുടക്കി പോകുന്ന ആത്മീക അന്തസ്സില്ലാത്തവനെ, ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. ചങ്കിനകത്തെ ചോരതം യേശു നിന്നെ വീണ്ടെടുത്തത് വകയിലുള്ള അളിയന്റെ ഉപ്പാപ്പന്റെ മകന്റെ കല്യാണം തേടി സഭായോഗം മുടക്കി ഓടാനുള്ളതല്ല. ഓർത്തോണം, ഒരാരാധനയ്ക്ക് ആധാരത്തെക്കാൾ വിലയുണ്ട്. ആ കൈ ഒന്നടിച്ചു ദൈവത്തെ സ്തുതിക്കാവോ? പാസ്റ്ററെ, യഥാർത്ഥ ആത്മീകൻ ആരാന്നറിയാമോ? കൂട്ടായ്മ മുടക്കാത്തവൻ. സ്ഥിരം ആരാധന മുടക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, മാനസാന്തരപ്പെടുക. സ്ഥിരം കൂട്ടായ്മ മുടക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോണം, മാനസാന്തരപ്പെടുക. ഒന്നുകൂടെ പറയാ, ആമേ, നിന്റെ സന്നിധിയിൽ ആമേ കഴിക്കുന്ന ഒരു ദിവസം വേറെ പോട്ടെ, ഭാഗത്തുനിന്ന് പോരുന്നു. യായിറോസിന്റെ മകളെ വീട്ടിൽ, വിധവയുടെ മകനെ റോട്ടിൽ, ലാസറിനെ കല്ലറയിൽ നിന്ന് യേശു ഉയർപ്പിക്കുക. വീട്ടിലും റോട്ടിലും കല്ലറയിലും യേശു കർത്താവ് സർവശക്തനാണ്. ഒരു വാക്യം കയറ്റി പറയാം, പിശാച് മൂടാൻ വന്നു, യേശു ഉയർപ്പിക്കാൻ വന്നു. പോട്ടെ, 3 കുരുടന്മാർക്ക് കാഴ്ച. എൻ്റെ ചെറിയ പ്രഭാഷണത്തിൽ ഞാൻ കണ്ട 3 കാര്യങ്ങൾ. 1, ആരും തൊടാത്തവരെ യേശു തൊടും. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടും. 3, ആരും കയറാത്ത വീട്ടിൽ യേശു കയറും. മലയാളത്തിൽ പറഞ്ഞാൽ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് നാം ആരാധിക്കുന്ന യേശുവാണ്. ഒന്ന് ആർത്ത് പിടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന, നാം ആരാധിക്കുന്ന യേശുവാണ്. ഞാൻ ആ ദൂതുമായിട്ട് പെട്ടെന്ന് മുൻപോട്ട് പോരുകയാണ്. നമ്മൾ വായിച്ചത് വളരെ സങ്കീർണമായ, അതീവ ഗൗരവമുള്ള, ഒത്തിരി അടിയാഴങ്ങളുള്ളൊരു ഭാഗം. എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. യേശു സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയെന്നാണ് ആ പാരഗ്രാഫിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ആ വാക്യം ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ മൈക്കുണ്ടോ വായിക്കാൻ? 21-ാമത്തെ വാക്യം, വേഴ്സ് 21, 15, 21. യേശു അവിടം വിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു. അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ചെറിയ രോഗമല്ല, ഒരു പാരാസിറ്റമോളോ ഒരു അനാൽജിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മാറുന്ന രോഗമല്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിങ്ങളൊന്ന് ചെല്ല്, കാർഡിയോളജി കാണാം, ന്യൂറോളജി കാണാം, ഓർത്തോ കാണാം, പീഡിയാട്രീഷ്യൻ കാണാം, ഗൈനക്കോളജി കാണാം. ഭൂതോളജി ഒരിടത്തും കാണാൻ പറ്റുകയില്ല. നിങ്ങൾ കേട്ടില്ല? ഇതൊരു അൺസീൻ പവറാണ്. കുഞ്ഞുങ്ങളെ കേറി പിടിക്കുന്ന ഒരു ദുരാത്മ മണ്ഡലം. എന്നോട് കൂടെ വന്നാട്ടെ. ഹല്ലേലൂയ. ഒരമ്മ തന്റെ കൊച്ചിനെ കൊണ്ട് വരികയാണ്, പ്രാർത്ഥിച്ചുകൊണ്ട് വരണം. എന്താ രോഗം? ഭൂതോപദ്രവം. എന്താ രോഗം? ഭൂതോപദ്രവം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, മനുഷ്യ ശരീരത്തില് 206 അസ്ഥികളുണ്ട്. അതിനകത്ത്
ഏതാണ്ട് 20 22 അസ്ഥി ഒടിയുന്ന വേദനയിലാണ് ഒരമ്മ കൊച്ചിനെ പ്രസവിക്കുന്നത്. ലോകത്തിൽ സമാനതകളില്ലാത്തൊരു വേദന. 22 അസ്ഥി ഒടിഞ്ഞ് അസ്ഥി ഒടിയുമ്പോൾ അമ്മയുടെ ശരീരം അനുഭവിക്കുന്ന വേദന 57 യൂണിറ്റ് 57 ഡൽ 57 യൂണിറ്റ് വേദന അനുഭവിച്ചാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. രക്തത്തിന്റെ കളർ മാറ്റി പാൽക്കുടങ്ങളിൽ ചുരത്തി കൊച്ചിന് കൊടുക്കുകയാണ്. അമ്മയുടെ മാംസം ഉണങ്ങുമ്പോഴും കൊച്ച് ആരോഗ്യം വെക്കുകയാ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പിതാക്കന്മാരെ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ അമ്മമാരെ? നിങ്ങളുടെ കൊച്ചു ജനിച്ച ആ ദിവസം ആ ലേബർ റൂമിന്റെ വാതിക്കൽ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നറിയാതെ ആദ്യ കയറി നിൽക്കുന്ന ആ ഭർത്താവിന്റെ അടുക്കിലേക്ക് ഒരു വെളുത്ത ടർക്കിക്കകത്ത് പൊതിഞ്ഞ് 2 കിലോ 300 ഗ്രാമുള്ള 2 കിലോ 800 ഗ്രാമുള്ള 3 കിലോ 200 ഗ്രാമുള്ള ഒരു മാംസപിണ്ഡത്തെ, ഒരു മാംസ കഷണത്തെ കൊണ്ട് കാണിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങള് ഇന്ന് നീളം വെച്ചു, ഇന്ന് വണ്ണം വെച്ചു. കുറേമാര് ജിമ്മിൽ പോകുന്നു, കുറേമാര് പ്രോട്ടീൻ പൗഡർ അടിക്കുന്നു, പച്ചിരുമ്പേ കിടന്ന് പിടിയോട് പിടി. ചിലവന്മാര് ബൈക്കൊക്കെ പോവുക, കണ്ടിട്ടില്ലേ? കാട്ടുപോത്ത് പോലത്തെ ബൈക്ക്, എന്നിട്ട് ഓന്ത് മരത്തായിരിക്കുന്ന പോലെ അതിലിരിക്കുന്നത് പോവുക, എവിടെയെങ്കിലും ചെന്ന് ഇടീച്ചങ്ങ് കയറുക. എത്ര സ്വപ്നമാ വീട്ടുകാർക്കുള്ളത് ഒന്നോർക്കണം. ഈ 2.5 കിലോ മാംസത്തിനകത്ത് 2000 കോടി സ്വപ്നമുണ്ട് ഒരമ്മയ്ക്ക്. എനിക്കറിയില്ലേ, ഇന്ന് രാത്രി 10ാമത്തെ രാത്രിയിൽ എന്നോട് ദൈവം പറയുന്നു, തലമുറകൾക്കെതിരെ നിൽക്കുന്ന ചില കെട്ട് ഇന്ന് രാത്രി സ്വർഗം അഴിക്കാൻ പോകുകയാ. ഇത് പോരാ. ഈ ദേശത്ത് തലമുറകളെ ഗതിപിടിപ്പിക്കാതെ, തലമുറകളെ വഴിപിഴപ്പിക്കുന്ന കഞ്ചാവിനും MDMAക്കും പാപരാഹിത്യങ്ങൾക്കും ഭോഗേച്ഛകൾക്കും ഇതൊരു സാധാരണ രാത്രിയല്ല. കരയുന്ന മാതാവേ, നിന്റെ കണ്ണുനീര് ദൂതന്റെ കയ്യിൽ വീഴുന്നു. ഇന്ന് രാത്രി നിന്റെ തലമുറയെ തൊടുകയാൻ പോരാ പോരാ. കൈയടിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ പുന്നാവൂർ ദേശത്തെ കുടുംബത്തിൽ വാഴേണ്ട തലമുറകളെ കല്ലറകളിലാക്കാൻ, വഴിയോരങ്ങളിലാക്കാൻ, കടത്തിണ്ണകളിലാക്കാൻ, ബാറുകളിലാക്കാൻ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലം തൊണ്ടക്കുടിയിൽ ശബ്ദമുള്ള എത്ര പേരുണ്ട്? അവർ യേശുവേ എന്ന് വിളിച്ച് ഇത് ഒരു വിടുതലിന്റെ രാത്രി. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെങ്കൊച്ച് മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് പരസ്യമായി സിഗരറ്റ് വലിക്കാൻ കഴിയത്തക്ക രീതിയിൽ ആ പെൺകുട്ടിയുടെ മനസ്സ് പാകപ്പെട്ടു പോയെന്ന് ഇവിടെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ നാം പഠിപ്പിക്കാൻ വിട്ട നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട വീഡിയോകളാണ് ഞാൻ ഈ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഇവിടെ തൊഴിലുറപ്പ് നടത്തി കിട്ടുന്ന ആ കൊച്ചു പൈസ കൂട്ടി വെച്ച് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട്ടുന്നു. അമ്മമാരോർക്കുന്നത്, എൻ്റെ കൊച്ച് ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കൊച്ച് കോളേജിൽ പഠിക്കുക. പക്ഷേ ഈ നരന്തുപോലിരിക്കുന്ന കുഞ്ഞുങ്ങൾ നല്ലതുപോലെ മദ്യം കഴിച്ചിട്ട് കാലിൽ നിൽക്കാൻ കരുത്തില്ലാതെ ഗ്രൗണ്ടുകൾ പോയി മറിഞ്ഞു വീഴുകയാ. ഒരു കാലഘട്ടത്തിൽ 6 മണി കഴിഞ്ഞാൽ, അല്ല 5 മണി കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ റോട്ടിലിറങ്ങത്തില്ലായിരുന്നു. സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ സമത്വം ചെന്നിടിച്ചത് വേറെ മണ്ഡലങ്ങളിലാണ്. തലമുറകളെ പിശാച് വാരി കല്ലിലലക്കുകയാ, ഒരു വൈദ്യൻ ഇഞ്ച ഇടിച്ചു പിടിയുന്നത് പോലെ. എന്നാൽ ദൈവമക്കൾ എത്ര പേരുണ്ട് ഇന്ന് രാത്രി? ചിലര് പറ, എന്റെ തലമുറയെ ഞാൻ സാത്താന് കൊടുക്കുകയില്ല. ആരോ എവിടെയോ പന്തലിനകത്തോ പുറത്തോ മക്കളെ ചൊല്ലി കരയുന്ന റോമയിൽ ഒരു കരച്ചിൽ കേൾക്കാം. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്ന
യേശു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ടോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക. ഗർഭിണികളുടെ ഉദരം പിളർന്ന് പിള്ളകളെ കല്ലിലടിക്കുന്ന കാലം വരുന്നു. അവൻ ദൈവമക്കൾ ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചോട്ടെ. എന്റെ തലമുറ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച്. എത്ര പേര് ആരാധിച്ച് വെറുതെ കൈകട്ടിയിരുന്നു. നാളെ ദുരന്തം വന്നിട്ട് കരയരുത്. വൈകാരികതയുടെ കൊടുമുടിയാണ് അമ്മ. പൂക്കൽക്കൊടി മുറിച്ചോട്ടെ എന്ന് നേഴ്സ് അമ്മയോട് ചോദിക്കുമ്പോ ആ അമ്മ തിരിച്ചു ചോദിക്കുന്ന, കൊച്ചിന് വേദനിക്കുമോ? അതാണ് അമ്മ. ഗൾഫിലെ പൊരുവേലത്ത് ഭർത്താവ് ജോലി ചെയ്യാൻ പോയിരിക്കുന്നു. നമ്മുടെ ആന്റിമാർക്ക് ഭർത്താവിന് എന്നാ ജോലി എന്നൊന്നും അറിയണ്ടല്ലോ. മുട്ട പുഴുങ്ങുന്ന പോലെ 45 ഡിഗ്രി നിന്ന് പുഴുങ്ങുക പാപം വെയിലത്ത്. ഇവിടെ കാഞ്ചീപുരം പട്ടും മേടിച്ചടിച്ച് കറങ്ങുക. പകല് മുഴുവൻ ജോലി എടുത്തിട്ട് വൈകുന്നേരം അടുക്കുകട്ടിലാണ് കിടക്കുന്നത്. അവിടെ കിട്ടുന്ന ആക്സോയിൽ ഉണ്ടല്ലോ, തലവേദനയ്ക്കൊക്കെ തേക്കുന്ന ആക്സോയിൽ വാരി ദേഹം മുഴുവൻ അങ്ങ് പൊത്തും. വേദന എടുത്തിട്ട് നീർക്കോള് കയറിയിട്ട് നീർക്കെട്ട് കയറിയിട്ട് ദേഹം മുഴുവൻ പൊത്തിയിട്ട് ആളുന്ന ആ പൊള്ളലിനകത്ത് ആ കട്ടിലൊരൊറ്റ ഇരിപ്പുണ്ട്. ഭാര്യയില്ല. ഒരു ചൂട് കാപ്പി ഇട്ട് തരാൻ ഭാര്യയില്ല. അവസാനം ആ ടീ ബാഗ് എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ വലിച്ചു വലിച്ചു കുടിച്ച് തൊണ്ടയ്ക്കകത്ത് ചൂടിറക്കി വിടുമ്പോ ഭാര്യ എടുത്തില്ല, മക്കളില്ല. ആ ഫോൺ പതുക്കെ എടുത്തിട്ട് വീട്ടിലോട്ടൊരു വിളിയാണ്. പകല് മുഴുവൻ കഷ്ടപ്പെട്ടതിന്റെ കഠിനാധ്വാനത്തിന്റെ കരിവാളിപ്പുമായൊരു വിളി. ഭാര്യ ഫോൺ എടുത്തു. ആദ്യത്തെ ചോദ്യം, ഞാൻ പറഞ്ഞ സാരി നിങ്ങൾ മേടിച്ചു വെച്ചോ? എനിക്ക് ഇതിന്റെ ചൂട് ഒളിയം തരാം, ഉടമനെ ഇതിന്റെ ചൂട് തരാം. ഞാൻ പറഞ്ഞ സാരി മേടിച്ചു വെച്ചോ? ആ മനുഷ്യൻ പറഞ്ഞ മോന്റെ കൊടുക്ക്. ഞാൻ പറഞ്ഞ വാച്ച് മേടിച്ചു വെച്ചോ? ആ മനുഷ്യൻ പറഞ്ഞ മോളുടെ കൊടുക്ക്. ഞാൻ പറഞ്ഞ ചുടിദാർ മേടിച്ചു വെച്ചോ? ആ മനുഷ്യൻ പറഞ്ഞ എന്റെ അമ്മയുടെ കൊടുക്ക്. അമ്മ ഓടി വന്ന് ഫോൺ മേടിച്ചു വെച്ച് അങ്ങോട്ട് ചോദിച്ചു, നിനക്ക് സുഖാണോ? അവളാണ് അമ്മ. നിങ്ങൾ എത്ര പേരെ കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. ഭാര്യക്കറിയേണ്ടത് സാരി മേടിച്ചോന്നാ, മകൾക്കറിയേണ്ടത് ചുടിദാർ മേടിച്ചോന്നാ, മകൻ അറിയേണ്ടത് G-Shockന്റെ വാച്ച് മേടിച്ചോന്നാ. അമ്മയ്ക്കറിയേണ്ടത് സാരി മേടിച്ചോന്നല്ല, അമ്മയ്ക്കറിയേണ്ടത് നിനക്ക് സുഖമാണോന്നാ. അവളുടെ പേരാണ് അമ്മ. മനസ്സിലായോ? വൈകാരികതയുടെ കൊടുമുടിയിൽ നിൽക്കുക. ബൈബിൾ സ്നേഹത്തെ കുറിച്ച് ഉപമിച്ചത് ഒരമ്മയോട്. അമ്മ തൻ കുഞ്ഞിനെ മറക്കുമോ? എന്നിട്ട് അവിടെ തമ്പുരാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. കാര്യം കാലോചിതമായി ചില അമ്മമാര് മറക്കുമെന്ന് എന്റെ ദൈവത്തിന് അറിയാം. അതുകൊണ്ടല്ലേ അമ്മത്തൊട്ടിലിൽ പിള്ളേര് വന്നത്. നിങ്ങൾ കേട്ടില്ല? എന്നാലും 99% അമ്മ കൊച്ചിനെ മറക്കില്ല. ഇവിടെ കണ്ടോ ഒരമ്മ. ഏതാ ഇവളുടെ സ്ഥലം? സിറോഫോയ്നിക്ക. ഏതാ ഈ സ്ഥലം? സോർ സിദോൻ. ഏതാ ഈ സ്ഥലം? ദേവദാരുക്കൾ തിങ്ങിയ സ്ഥലം. ഏതാ ഈ സ്ഥലം? യവനായ മണ്ണ്. ഏതാ ഈ സ്ഥലം? 2000-ലധികം ദൈവങ്ങളുള്ള സ്ഥലം. സ്വന്തം കൊച്ചിന് ഭ്രാന്ത് പിടിച്ചിട്ട്, ആ വാക്ക് നിങ്ങൾ എന്നോട് കൂടെ വരണം, സ്വന്തം കൊച്ചിനെ ഭൂതം പിടിച്ച് വാരി അലക്കുന്ന അമ്മ കണ്ട് നെഞ്ചു നീറിയ ഒരമ്മ ഇതിനെ അഴിക്കാൻ യേശുവിന് കഴിയുമെന്ന് അറിഞ്ഞു. ഇത് മതം മാറ്റമല്ല. ഇന്ന് രാത്രി മാതാവേ, പിതാവേ, വീടിന്റെ മുറ്റത്തിരുന്ന് കേൾക്കുന്നവരെ, ടെറസിന്റെ മേലിരുന്ന് കേൾക്കുന്നവരെ, പോസ്റ്റിൽ ചാരിന്ന് കേൾക്കുന്നവരെ, മതം മാറ്റമല്ല, നിന്റെ തലമുറയെ വിടുവിക്കാൻ
ഒന്ന് യേശുവേ എന്ന് വിളിക്ക്. പന്തലിനകത്തുനിന്ന് പ്ലീസ് കം ഓൺ somebody shout. വായ് തുറന്ന് വിളിക്ക്. ഇത് സാധാരണ രാത്രിയല്ല. ഒരു പെരുമ്പാമ്പ് ഇരയെ ചുറ്റിയതുപോലെ പിശാച് പിടിച്ച ചില കുടുംബങ്ങളെ, തലമുറകളെ ഇന്ന് രാത്രി സ്വതന്ത്രമാക്കുന്ന അന്യഭാഷ പറയുന്നവര് ഒന്ന് ശബ്ദമുയർത്തി ഒന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ. ആരാധന അഭിനയിക്കാതെ പുന്നാവൂർ ദേശമേ, ഞാൻ ഈ പന്തലിനകത്ത് അസാധാരണമായ ദൈവമഹത്വം കാണുന്നു. ഈ ഉപവാസം മനുഷ്യൻ വെച്ചതല്ല. പാസ്റ്റർ എഴുതി വെച്ചോ, ഒരു കൂട്ടം യൗവനക്കാർ ദേശത്ത് വിടുവിക്കപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സിംഹത്തിന്റെ വായിൽ നിന്ന് ആടിനെ പുറത്തെടുക്കുന്നത് പോലെ ചിലതിനെ ദൈവം പുറത്തെടുക്കുകയാ. ഒരു നല്ല ആമേൻ പറയാമോ? നല്ലൊരു ആമേൻ പറയാമോ? ഒരമ്മ വരുന്നു. ഏതാ സ്ഥലം? സോർ സിദോൻ. എന്താ അവളെ കുറിച്ചുള്ള അഡ്രസ്? എന്തോ കനാന്യ സ്ത്രീ. ഈ ദൂതിന്റെ ഗൗരവത്തിൽ എത്തുന്നതിന് മുമ്പ് എല്ലാ കാര്യത്തിന്റെയും പുറകിൽ ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ കേൾക്കുന്നില്ല? ആരോട് പറയാനാ? ആരോട് പറയാനാ? ഒന്നുകൂടെ പറയട്ടെ. ഈ എല്ലാ കാര്യത്തിന്റെയും പുറകിൽ ഒരു കാരണം ഉണ്ടാകും. കാര്യത്തെ ചികിത്സിക്കുന്നവൻ തോക്കും, കാരണത്തെ ചികിത്സിക്കുന്നവൻ ജയിക്കും. ക്ലിനിക്കിൽ പോയി പനിക്ക് കുത്തിവെയ് എടുത്താൽ അന്നേരത്തേക്ക് പനി മാറത്തേ ഉള്ളൂ, പിന്നെയും പനി വരും. മെഡിക്കൽ കോളേജിൽ ചെന്നാൽ അവരെ ട്രീറ്റ് ചെയ്യുന്നത് രോഗത്തെ അല്ല, അതിന്റെ കാരണത്തെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്റെ ചോദ്യം ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെ ഈ കുടുംബത്തിലെ കൊച്ചിന്റെ മേൽ ദുരാത്മാവ് വന്നത്? എങ്ങനെ? ഏതാ ഈ കുടുംബം? വായിപ്പിക്കണ്ട, പറഞ്ഞു വിടാം. 9:20 ഉൽപ്പത്തി. ഒരു വലിയ പ്രളയം, ലോകം കണ്ടിട്ടുള്ളതിലും വെച്ചൊരു വലിയ പ്രളയം. ഭൂമി മുഴുവൻ നശിക്കുന്നു. ഒരു വീട്ടിലെ 8 പേര് പെട്ടകത്തിനകത്ത് കയറുന്നു, നോഹയും കുടുംബവും. പ്രസംഗിച്ചത് നാട്ടിൽ, ഇളകിയത് കാട്. സുബോധമുള്ള മനുഷ്യൻ പുറത്തു നിന്നപ്പോ സുബോധമില്ലാത്ത മൃഗമെല്ലാം കൂടെ ഓടി പെട്ടകത്തിൽ കയറി. പെട്ടകത്തെ ദൈവം അവിടുന്ന് ഇളക്കി. പെട്ടകം ഇങ്ങനെ ഒഴുകുകയാണ്. 10,260 ദിവസം വെള്ളം പൊങ്ങി. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പെട്ടകം അരറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നോഹയും കുടുംബം അവിടെ ഇറങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് എഴുതിയിരിക്കുന്ന വാക്യമാണ് ഞാനീ പറയുന്നത്. നോഹ കൃഷി ചെയ്തു. എന്നിട്ട് നിലത്തിൽ നിന്ന് ഉണ്ടായ ഫലത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിട്ട് കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. വസ്ത്രം നീങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ യഹൂദൻ ഉൾവസ്ത്രമുണ്ട്, മേൽവസ്ത്രമുണ്ട്. യഹൂദന്റെ ഉൾവസ്ത്രം നമ്മുടെ ചുരിദാറിനേക്കാൾ നല്ലതാ. അയ്യോ അല്ലല്ലോ, കിടന്ന് വലിയുന്നല്ലോ. യഹൂദന്റെ ഉൾവസ്ത്രം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചുരിദാറിനേക്കാൾ നല്ലതാ. അതിന്റെ മേളിലുള്ള വസ്ത്രം മാറ്റിയിട്ടാൽ അത് അവർക്ക് നഗ്നതയാ. അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി എന്നൊക്കെ വാക്കിയില്ല, അതവരുടെ മേൽവസ്ത്രമാ. പുതപ്പ്, അവൻ പുതപ്പ് പുതച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു എന്നൊക്കെ വാക്യമുണ്ട്. സമയമില്ലാത്തോണ്ട് ഇല്ല ഓരോന്നോരോന്ന് കാണിക്കാറ്. ഹല്ലേലൂയ, കൈ ഉയർത്തര് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൻ കൂടാരത്തിൽ നഗ്നനായി കിടന്നു. ആമേൻ. ഈ അപ്പന് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. അതിനകത്ത് അപ്പന്റെ മകൻ ആമേൻ, ഒരു മകൻ നേരെ ചെന്ന് അപ്പന്റെ നഗ്നത കാണുകയാണ്. അപ്പന്റെ നഗ്നത കണ്ടു. അവൻ പുറത്തു ചെന്ന് ചേട്ടന്മാരോട് പറഞ്ഞു, അച്ചാച്ചാ, നമ്മുടെ അപ്പ നഗ്നനായി കിടക്കുന്നു. എന്റെ ചോദ്യം, ആമേൻ, ഹാമേ, നിന്റെ ഡ്യൂട്ടി എന്താ? കിടക്കുന്ന നിന്റെ അപ്പനല്ലേ? സ്വന്തം അപ്പന് നഗ്നതയുണ്ടായാൽ 10 പേരോട് പറയലാണോടോ തന്റെ ജോലി? എന്താണ് താൻ ചെയ്യേണ്ടത്? ബാക്കി 2 മക്കൾ ചെയ്തതെന്നറിയാമോ? അവര് വിമുഖരായി. വിമുഖത എന്ന് പറഞ്ഞ മുഖം മാറ്റി ചെന്നിച്ച്
അപ്പന്റെ നഗ്നത മറച്ചു. അപ്പൻ എഴുന്നേറ്റു. എഴുന്നേറ്റ് തന്റെ മകൻ ചെയ്തത് അറിഞ്ഞു. ആ അപ്പൻ അന്ന് പറഞ്ഞൊരു ശാപമാ കനാന്. ആമേ, ശപിക്കപ്പെട്ടവൻ. ആരാ കനാൻ എന്നറിയാമോ? അപ്പന്റെ നഗ്നത കണ്ട മകന്റെ മകൻ. 9:20 വീട്ടിൽ പോയി വായിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ അറിയണം, മറ്റൊരുത്തന്റെ പരാജയം ആഘോഷിക്കരുത്. നിന്റെ കൂട്ടുവിശ്വാസിയുടെ കുറ്റം പറഞ്ഞ് രസിക്കരുത്. നീ നരകത്തിന്റെ വിത്താണ്. അത് ശാപമാണ്. ശലോമോൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഭോഷത്വം നിന്റെ ഹൃദയത്തിൽ വരുമ്പോൾ നീ വാപത്തിക്കോണം. ഓ, മിണ്ടുന്നില്ല, ഉണർവ് പോയപ്പാ. ഒരാളുടെ പരാജയം, എവിടെയെങ്കിലും ഒരു ദൈവദാസന്റെ പരാജയം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. കൃപ ലഭിച്ചവര് ചെയ്യട്ടെ, നീ ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എത്ര പാപം ക്ഷമിച്ചിട്ടാ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തെന്ന് അറിയാമോ? അന്യത വിധിക്കുന്നവനെ നീ നിന്നെ തന്നെ വിധിക്കുക. നീ ഒരാളുടെ കുറ്റം പറഞ്ഞാൽ നിന്റെ കുറ്റം പറയാൻ 1000 പേര് പുറത്ത് കാണുമെന്ന് മറന്നു പോകരുത്. ദേ, അപ്പന്റെ നഗ്നത, നിങ്ങൾ എന്നോട് കൂടെ വന്നു, നഗ്നത ആഘോഷിച്ചു. അപ്പൻ ഉറക്കത്തിൽ നിന്നിട്ട് കനാനെ അന്ന് കിട്ടിയതാ കനാന്റെ മണ്ടയ്ക്ക് ശാപം. ഈ യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ചില പിതാക്കന്മാര് അരിച്ചുകുത്തി പ്രാഗിയ, ചില അമ്മമാര് മുടിഞ്ഞു മുക്കോണം എടുക്കുമെന്ന് പ്രാഗിയ, ചില മക്കളെന്നെ കേൾക്കുന്നുണ്ടോ? ധൈര്യമായിട്ടിരിക്ക. അപ്പന്റെ ശാപത്തെ അഴിക്കാൻ ക്രൂശിന് കഴിയും. എവിടെ ചെന്ന് തൊട്ടാലും ഗതി പിടിക്കാത്ത ചില മക്കളുണ്ട്. അവൻ തൊടുന്നവിടെ മുടിയും, അവൻ നിൽക്കുന്നിടം കുഴിയും. അവൻ എവിടെ ചെന്നാലും അവിടെ യേശുവിന്റെ നാമത്തിൽ അവൻ നീ അറിയാതെ കരിമ്പട്ട് പോലെ നിന്നെ നിന്നെ പൊതച്ചിരിക്കുന്ന ചില ശാപങ്ങൾ അവൻ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശിന് ഹല്ലേലൂയ. കേൾക്കണോ? ഞാൻ മുമ്പോട്ട് പറയാം. 9:20 ശാപം 28 അധ്യായത്തിൽ വന്നപ്പോ ഒരപ്പൻ മകനെ കല്യാണത്തിന് പെണ്ണെടുക്കാൻ പറഞ്ഞു വിടുമ്പോ ശ്രദ്ധിച്ചോണം, പറഞ്ഞൊരു വാക്കോർത്തോണം. നീ എവിടുന്ന് വേണേലും പെണ്ണിനെടുത്തു, പക്ഷേ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത്. കേട്ടില്ല, കേട്ടില്ല, വൃത്തിയായിട്ട് എന്നോട് കൂടെ വാ. 9:20 ശാപം, റൈറ്റ്. 28 അധ്യായത്തിൽ വന്നപ്പോ ഒരപ്പൻ മകനോട് പറയുക, കനാന്യ സ്ത്രീകളിൽ നിന്ന് പറ ഭാര്യ എടുക്കരുത്. നമ്മുടെ ഭാഷ പറയാ വിവാഹ തടസ്സം. കൊച്ചിന് എഡ്യൂക്കേഷൻ ഉണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, കെട്ടിക്കാൻ അക്കൗണ്ടിൽ കാശുണ്ട്. തിരുവനന്തപുരംകാരാകുമ്പോ ചെറിയ കാശ് പോരെ കെട്ടിക്കാൻ. എനിക്ക് ആണുങ്ങളോടൊരു അപേക്ഷയുണ്ട്. പെണ്ണും വീടിന്റെ പകുതി വസ്തുവും പെണ്ണിന്റെ അടുക്കളയുടെ പകുതിയും പ്രസവിച്ചു പോയ 4 കട്ടിലും പെണ്ണിന്റെ വീട് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നാണം കെട്ട ആണുങ്ങളാകരുത്. അടുത്ത തലമുറ നിർത്ത്. അല്ലലിയ പറയാൻ മേലാത്ത അവസ്ഥയിലായി പേരിക്കുന്ന കാര്യം. ഒരു പെണ്ണുമുണ്ട്, ഒരു ചെറുക്കനുമുണ്ട്. പെണ്ണിന്റെ കാര്യം ഓർക്കുമ്പോൾ അല്ലേലിയ വരും, ചെറുക്കന്റെ കാര്യം ഓർക്കുമ്പോൾ താഴോട്ട് പോകും. സ്ത്രീ തരുന്ന ധനമല്ല, സ്ത്രീ തന്നെ ധനമല്ലോ, മനുഷ്യർക്ക് വിലയിടുവാ പണം മതിയോ. സമൂഹത്തിൻ ശാപമായ സ്ത്രീധനം തുടച്ചു നീക്കാൻ സംഘടിക്കൂ യുവാക്കളെ. ഞാനിത് തിരുവനന്തപുരത്ത് പറയും.
പെണ്ണിനെ കെട്ടിച്ച് വഴിയാധാരമായി പോയ എത്ര പേരെ എനിക്കറിയാം. അയ്യോ, ചെറുപ്പക്കാർ ഇത്രയും നാണമില്ലാത്തവരായോ? ഇപ്പൊ അറിയേണ്ടത് ഞാൻ എത്ര സ്ഥിരം മേടിച്ചെന്നല്ലേ. നിങ്ങളുടെ ഓട്ടക്കാട് പേരിക്ക് അറിയാതെ നിങ്ങളാരാ മക്കള്? വാ വാ പറഞ്ഞുതരാം. ഒരു വെള്ളിറ്റുവ മേടിച്ചിട്ടില്ല. അമ്മമാര് പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ കൊച്ചിപ്പെങ്ങും പ്രസവിക്കരുതേ. പ്രസവിച്ച 3 കട്ടിലും ഒരു അലമാരി. കൊച്ചിനെ കാണാൻ ചെല്ലാൻ പേടിയാ. അടുക്കള ഇതൊക്കെ ആരുണ്ടാക്കിയതാടോ? ഇത് നാണമില്ലല്ലേ? നിങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ കുഴപ്പമില്ലെന്നാ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ പാസ്റ്റേ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയോ പാസ്റ്റേ? നേരെ പകുതി പ്രോപ്പർട്ടി വേണം. ഇവൻ കെട്ടാൻ പോകുന്നത് തന്നെ ആ വസ്തു കണ്ടുണ്ട്. ഇനി ഇത് പെന്തിക്കോസിനകത്ത് വേറെ ചില വില്ലന്മാരുണ്ട് കേട്ടോ. അവരെന്നറിയോ? ഞങ്ങൾക്കൊന്നും വേണ്ട. എന്നിട്ട് അതിന്റെ പുറകെ പറഞ്ഞ് കുർത്തക്കേട് കേട്ടോ. നിങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഉള്ളത് അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവൻ ആളെ വിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന്. അപ്പൊ ഇയാൾക്കറിയാം ഇത്ര. അയ്യോ, നീ ആരാ മോൻ? ഞാനൊരു സുവിശേഷകനാ. പ്രിയപ്പെട്ടവരെ, ചെയ്യരുത്. ഞാൻ സഹോദരന്മാർ ഇവിടെ കെട്ടാനുള്ള പിള്ളേർ വല്ലതും ഉണ്ടോ? ചെയ്യരുതേ, ചെയ്യരുതേ, ചെയ്യരുതേ. അതിൻ്റെ അർത്ഥം വെള്ളിറ്റുവ പോലും മേടിക്കരുതെന്നല്ല. കല്യാണ ചെലവിന് 4 കോഴിക്കാലും ഹോൾ എടുക്കാനും വേണ്ടി ഒരു 2 ലക്ഷം രൂപ തന്നാൽ മേടിക്ക്. അതല്ല ഞാനീ പറഞ്ഞു. കൊല്ലരുത്, കൊല്ലരുത്, ചെയ്യരുത്. ഉണ്ടോ? ഉണർവ് പോയ പോക്ക് കണ്ടോ? ഉണർവ് ഷട്ടിൽ സർവീസേ കയറി. ഞാൻ പറയും അപ്പൻ പോയത് കണ്ടോട്ടെ. മകനെ, നിനക്ക് പോയി പറയാമല്ലേ എനിക്കത് വേണ്ടെന്ന്. ആ കുടുംബത്തെ വഴിയാധാരമാക്കിയിട്ട് അവിടുന്ന് ഒരു കല്യാണം എനിക്ക് വേണ്ടെന്ന് പറയാനുള്ള ധൈര്യം എന്നാ നിങ്ങൾക്കില്ലാതെ പോയത്? പാസ്റ്റർ, എനിക്കറിയാം. ഞാൻ 22 വർഷമായി തിരുവനന്തപുരത്ത് പ്രസംഗിക്കാൻ വരവ് തുടങ്ങിയിട്ട്. സുനിൽ പാസ്റ്ററിനെ കാണാൻ എൻ്റെ കുഴപ്പമൊന്നുമില്ല. ഞാൻ വരുന്നിടത്ത് ഇയാൾ വന്ന് നിൽക്കണമായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ കെട്ടിച്ചതിൻ്റെ പേരിൽ വഴിയാധാരമായി പോയ ഒത്തിരി കുടുംബങ്ങളുണ്ട്. സ്വന്തം വീട് വിറ്റേച്ച് പോയവരുണ്ട്. ഇന്നും വാടക വീട്ടിൽ കിടക്കുന്നുണ്ട്. എനിക്കറിയാം പലരെ. ആ ശാപങ്ങളൊക്കെ നമ്മുടെ തലേ വന്ന് വീഴും. ഈ അനീതിയുടെ കൂലി ആരും ഉപയോഗിക്കുകയല്ല, അത് ഓർത്തോണം. യോഗ്യത ഉള്ളതേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടുന്ന് വിട്ടേക്ക്. കൈ ഉയർത്തി. നിങ്ങളുടെ BP കൂടണ്ട. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരമ്മ തന്റെ കൊച്ചിനെ കൊണ്ട് വരികയാ. കൊച്ചിന്റെ മാനസിക നില തെറ്റി നിൽക്കുന്നു. ഒരമ്മയുടെ സ്വപ്നം മുഴുവൻ തകർന്നു. ഞങ്ങളുടെ കോട്ടയത്ത് ഒരു ചെറുക്കൻ ബൈക്കിൽ പോയി ആക്സിഡന്റ് ആയി. അവനെ സ്പോട്ടിൽ മരിച്ചു. ആ വാർത്ത വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു. അവന്റെ അമ്മ പെരക്കകത്ത് കെട്ടി തൂങ്ങി. എന്റെ കുഞ്ഞില്ലാതെ ഒരു ജീവിതം എനിക്ക് വേണ്ട. മനസ്സിലായോ ഒരമ്മയുടെ വേദന? ഒരമ്മ കൊച്ചിന്റെ കയ്യെ പിടിച്ചിട്ട് നേരെ യേശുവിന്റെ അടുത്തോട്ട് വരികയാ. പാസ്റ്റർ പറ, ആമ യവനായ നാട്ടിലുള്ള ഷിറോഫോയ്നിക്കയിലുള്ള എല്ലാ ദൈവങ്ങളെ പരീക്ഷിച്ചാ വരുന്നത്. എല്ലാരും കൈവിട്ടത് കൊണ്ട് വരുവാ. വിവാഹ തടസ്സത്തെ കുറിച്ച് ഞാൻ ഇനി വിശദീകരിക്കാത്ത, മനഃപൂർവ്വം വിട്ടതാ കേട്ടോ. ആമേ നഗ്നത കണ്ട അപ്പന്റെ മകൻ ശപിക്കപ്പെടുന്നു. ശാപത്തിന്റെ ഒന്നാമത്തെ റിയാക്ഷൻ വിവാഹ തടസ്സം. ഇവിടെ മത്തായി സുവിശേഷത്തിൽ ഒരു തലമുറയ്ക്ക് മെന്റലി ഡിസോർഡർ, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ നാം ഓമന പേരിട്ട് വിളിക്കുന്ന മാനസിക വൈകല്യം. എക്സ്പെഷ്യലി ഒരു പെങ്കൊച്ചിന് മാനസിക വൈകല്യം റിവീൽ ആയാലുള്ള ഗതികേട് നിങ്ങൾക്ക് അറിയരുതോ? നമ്മുടെ കൂട്ടത്തിൽ ഒരു കൊച്ചിന് വയ്യാതെയായി പാസ്റ്റർ. ചർച്ചിൽ കൊണ്ടുവന്ന് സുനിൽ പാസ്റ്റർ തലലോട്ട് കൈവച്ചു. ആ ദുരാത്മാവ് അങ്ങ് അഴിഞ്ഞു. കൊച്ചു ഫ്രീ ആയി.
അത് കഴിഞ്ഞ് കൊച്ചു പിന്നെ ഡിഗ്രിക്ക് പഠിച്ചു. കല്യാണത്തിന്റെ സമയമായപ്പോ എങ്ങാണ്ടെന്നൊരു കല്യാണക്കാർ വന്ന് ജംഗ്ഷനിൽ വണ്ടി നിർത്തിയ ഫ്രണ്ട് ഇരിക്കുന്ന ആ ചെറുക്കൻ്റെ അപ്പൻ ആ റോട്ടിൽ നിന്നൊരു മനുഷ്യനോട് ചോദിച്ചു, ഇന്നയാളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാ? അവർ പറഞ്ഞു, ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് ഇടത്ത് വശത്തോട്ട് തിരിയുമ്പോൾ ആദ്യത്തെ വീടാ. എന്നിട്ട് ആ റോട്ടിൽ നിന്ന് പുള്ളി കാറ് ഇരിക്കുന്നതോട് വെറുതെ ചോദിക്കുക, എന്തെങ്കിലും വിശേഷമുണ്ടോ അവിടെ, എന്താണ്? അന്നേരം ആ ഫ്രണ്ട് ഇരുന്ന പുള്ളി പുറത്തിരിഞ്ഞ്, അവിടുത്തെ മോളെ എൻ്റെ ചെറുക്കനൊന്ന് ആലോചിക്കാൻ പോവാ. അന്നേരം ആ റോട്ടിൽ നിന്ന് മനുഷ്യൻ കാറിനകത്തിരിക്കുന്നതോട് ചോദിക്കുക, ഇപ്പൊ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. കൊച്ചുങ്ങളുടെ ദേഹത്തുനിന്ന് ഭൂതം പോകാൻ എളുപ്പമാ, ഈ കാണുന്നവന്റെ കണ്ണീന്ന് ഭൂതം പോകാനാ പാട്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണ്ട് എന്നോട് കൂടെ വാ. അഭിപ്രായങ്ങളാ സഹിക്കാൻ മേലാത്തത്. ആമേൻ. ആ കൊച്ചിന്റെ ഭാവി തകരുകയാ. എന്റെ ചോദ്യം, പാസ്റ്റർ, ഈ പ്രശ്നം ഇന്നൊന്നും ഉള്ളതല്ല, ഇത് അന്നേ ഉള്ളതാ. ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ടും ഒരമ്മ പരസ്യമായിട്ട് കൊച്ചിനെ കൊണ്ട് യേശുവിന്റെ യോഗം നടക്കുന്നത് ഓഡിറ്റോറിയത്തിലല്ല, യേശുവിന്റെ യോഗം നടക്കുന്ന റോഡ് സൈഡിലാണ്. റോഡ് സൈഡില് അമ്മ ഈ കൊച്ചിനെ കൊണ്ട് വരണമെങ്കിൽ വേറെ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ടല്ലേ? എനിക്കറിയില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഒത്തിരി റിയലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഒരു മാർഗം ഇല്ലാത്ത ചിലരെ യേശു തൊടാൻ പോവാ. ഓ, കൈയൊന്നടിച്ച് ഒരു മാർഗം ഇല്ലാത്ത ചിലരെ, ഒരു മാർഗം ഇല്ലാത്ത ചിലരെ എല്ലാ വഴി, അയ്യോ ഇത് പോരാ, കൈയൊന്നടിച്ച് എല്ലാ വഴിയും അടഞ്ഞ ചിലരെ, ഇതൊരു സാധാരണ രാത്രിയല്ല. നിങ്ങൾ ശ്രദ്ധിക്ക്. സോരിലെ സിദോനിലെ ദൈവങ്ങളുടെ എല്ലാം അടുത്തുപോയി കാണും. എല്ലാ ദൈവങ്ങളും കൈവിട്ടപ്പോൾ ഒരമ്മ കൊച്ചുമായിട്ട് യേശുവിന്റെ അടുക്കൽ വരികയാ. എന്റെ ഭാഷ പറഞ്ഞാൽ ഈ ശാപത്തിന് 13,000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ശാപം, ഒരു ഗതികേട് കൊച്ചിനെ കൊണ്ട് വന്നിട്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശുവിനെ വിളിച്ച വിളിയാണ്. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കർത്താവേ, ദാവീദ് പുത്ര. നിങ്ങൾ ആ വിളി കേട്ടായിരുന്നോ? ഇതൊരു പെന്തിക്കോസുകാരി വിളിച്ച വിളിയല്ല. ഇത് ഇസ്രായേലിലെ ഏതെങ്കിലും ഗോത്രത്തിലെ ഒരു അമ്മാമ്മ വിളിച്ച വിളിയല്ല. കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഇതൊരു പുറജാതി ചേച്ചി വിളിച്ച വിളിയായത്. കർത്താവേ, കർത്താവേ എന്നുള്ള വിളി ഒരു മിനിറ്റ് കൊണ്ട് കിട്ടുന്നതല്ല. കർത്താവ് എന്ന വാക്ക് കർത്തൃത്വം നടത്തുന്ന ക്രിസ്റ്റോസ്, അത് യഹൂദൻ ഉപയോഗിക്കുന്ന വാക്കാ. നിങ്ങൾ കേട്ടില്ല? ഇത് ഈ ജാതീയ സ്ത്രീയുടെ അകത്തെങ്ങനെ കേറി? അപ്പൊ പാസ്റ്ററെ, ഒരു കാര്യം ഞാൻ പറയാം, അബദ്ധത്തിൽ വന്നതല്ല, ഇവളി ആളെ അറിഞ്ഞു വരുവാ. നിങ്ങൾ എഴുതി വെച്ചോ, 2024 തീരുന്നതിന് മുമ്പ് എന്റെ കർത്താവ് ആരാന്ന് അറിഞ്ഞ് ചിലര് സഭയ്ക്കകത്ത് ഓടി കയറാൻ പോയാ. നല്ലപോലെ ഒന്ന് കൈയടിച്ച് ആരാധിക്കാമോ? എന്റെ കർത്താവ് ആരാന്ന് അറിഞ്ഞ്. ഇത് പോരപ്പാ, ഇത് പോരാ. നല്ലപോലെ നിങ്ങൾ അറിയാതെ ചിലർ യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ. അവളുടെ വിളി കേട്ടോ, കർത്താവേ. ഞാൻ ആ വിളിയെ കുറിച്ച് ഒരു വാക്കെന്ന് പറയാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം എല്ലാവരും. സമയം പോവാ, തീരാറായി വരുക. ആമേൻ. ഒരിക്കൽ ഗന്നസരത്ത് തടാകത്തിന്റെ തീരത്ത് 2 പടകുകൾ കരയോട് ചേർത്ത് ഒരു മീൻ പോലും കിട്ടാതെ നിരാശയിൽ വല കഴുകുമ്പോൾ ആ കടത്തീരത്ത് എന്ന് വെച്ച് ശീമോന്റെ വള്ളത്തെ നോക്കി യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, വള്ളത്തെ കയറിക്കോട്ടെ. ഹല്ലേലൂയ.
ഒരു മീൻ പോലും കിട്ടാതെ വല കഴുകി വള്ളത്തെ നിറങ്ങാൻ ശീമോൻ ആഗ്രഹിക്കുന്ന മണിക്കൂറിൽ അതേ വള്ളത്തോട്ട് കേറാൻ ഒരാൾ ആഗ്രഹിക്കുകയാ. നിങ്ങൾ എഴുതി വെച്ചോണം, ഇറക്കം നടക്കുകയില്ല, കയറ്റമേ നടക്കത്തുള്ളൂ. യേശു വള്ളത്തെ കയറി, വള്ളത്തെ ഇരുന്നുകൊണ്ട് ഉപദേശിച്ചു, പ്രാർത്ഥിച്ചോണ്ട് വാ. എന്നിട്ട് യേശു പറഞ്ഞു, ശീമോനെ മീൻപിടുത്തത്തിന് വലയിറക്കാൻ ഒരുങ്ങ്. ആ മനുഷ്യൻ വിളിച്ചൊരു വിളി ഓർക്കുന്നുണ്ടോ? നാഥ. ഗ്ലോറി ടു ഗോഡ്. നാഥ. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ആ വിളി ഒന്ന് വിളിച്ച ദൈവമക്കൾ. നാഥ. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. സുനിൽ പാസ്റ്ററെ മീൻപിടുത്തം കഴിഞ്ഞു, വല കീറാറായി, വള്ളം മുങ്ങാറായി. മിറക്കിള് കഴിഞ്ഞപ്പോ പത്രോസ് വിളിച്ചത് നാഥ എന്നല്ല, കർത്താവേ. വിളി മാറണേ, വെളിപ്പാട് മാറണം. വിളി മാറണമെങ്കിൽ കാഴ്ചപ്പാട് മാറണം. ആമേ. സോരിലെ സഹോദരി, സീദോനിലെ സഹോദരി നാഥ നല്ല വിളിച്ചത്. കയ്യോ അടിച്ചാമേൻ പറയാമോ? കർത്താവേ. അതിന്റെ അർത്ഥം എന്നാ അറിയാമോ? അത് വെളിപ്പാടാണ്. അത് വെളിപ്പാടാണ്. കർത്താവേ. അടുത്ത വിളി എനിക്ക് ഒട്ടും സഹിക്കാൻ മേലെ പാസ്റ്റർ. അടുത്ത വിളിച്ചത് ദാവീദ് പുത്ര. ദാവീദ് പുത്രൻ എന്നുള്ള വിളി യഹൂദന്മാർക്ക് മാത്രം അറിയുന്ന യേശുവിന്റെ രാഷ്ട്രീയ നെയ്മാണ്. നിങ്ങൾ കേട്ടില്ല? ഇത് ഒരു പുറജാതിക്ക് അലൗഡ് അല്ലാത്ത വിളി. ഒരൊറ്റ നോട്ടത്തിൽ വിളിച്ചു, ദാവീദ് പുത്ര. നിങ്ങൾ കേട്ടില്ലല്ലേ? ദാവീദ് പുത്രോ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആള് ജാതീയ പെണ്ണാണെങ്കിലും അറിയേണ്ടതല്ല, അറിഞ്ഞാ കൊച്ചിനെ കൊണ്ട് വരുന്നത്. ഞാൻ ഒരു വാക്ക് കയറ്റി പറയാം, അറിവ് കറക്റ്റ് ആണോ നീ സാഹചര്യങ്ങളെ അതിജീവിക്കും. ഇനി ദൂതിന്റെ ഗൗരവം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോവാ. എന്നോട് കൂടെ ഉണ്ടോ എല്ലാരും? ചെന്നേച്ച് പറയുന്നത്, ഇവള് ചെന്നേച്ചോട് പറയാം, എന്റെ മകൾക്ക് ഭൂതോപദ്രവമാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതിയെ. 15:23. യേശു ആ വാക്ക് സംബന്ധിച്ച് ഒന്നും ഉത്തരം പറഞ്ഞില്ല. സ്വർഗത്തിന്റെ സൈലൻസ്. പ്രാർത്ഥിക്കാൻ വരുന്നവരെ, നിന്റെ വേദനയും കൊണ്ട് നീ ദൈവത്തിന്റെ അടുക്ക വരുമ്പോ റേഷൻ കട ചെന്ന് കാർഡ് കാണിക്കുമ്പോ അന്നേരം അരി സഞ്ചിക്കകത്ത് വീഴുന്നത് പോലെ കർത്താവിന്റെ വിടുതൽ വീഴുകയില്ല. ചില വിഷയത്തിൽ നീ പറയുന്ന സമയത്ത് മറുപടി കിട്ടുകയില്ല. ദൈവത്തിന് ചില സൈലൻസുകളുണ്ട്, മൗനങ്ങളുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എനിക്കറിയില്ല, ഈ പന്തലിൽ വിളിച്ചു പറയാൻ അവൻ ദൈവാത്മാവ് എന്നോട് പറയുന്നു, പ്രാർത്ഥിക്കുന്ന അമ്മമാരെ, ദൈവത്തിന്റെ ചില സൈലൻസുകൾ അവസാനിക്കാൻ പോകയാ. ഒന്ന് ആർത്ത് വിളിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? കഴിഞ്ഞ കുറെ നാളുകളായി നീ ചോദിച്ച വിഷയത്തിൽ ദൈവം മൗനം പാലിച്ചെങ്കിൽ ഇന്ന് രാത്രി അവൻ എഴുന്നേറ്റ് വരികയാണ്. അവന്റെ അവന്റെ മൗനം ഇന്ന് നിന്റെ വിഷയത്തിൽ അവന്റെ മൗനം അവസാനിക്കുന്നു. എനിക്ക് കോവിഡ് വന്നു, ഭാര്യയ്ക്ക്, മക്കൾക്ക്, എൻ്റെ അപ്പന്, അമ്മയ്ക്ക്. ഞങ്ങളുടെ ഏരിയയിൽ ആദ്യത്തെ കോവിഡ് ഞങ്ങൾക്കാ. ഹല്ലേലൂയ. ലോട്ടറി വിൽക്കാൻ പോയ ചേട്ടന് വന്നില്ല, ഓട്ടോ ഓടിച്ച അങ്കിളിനും വന്നില്ല, വാതോരാതെ പ്രസംഗിച്ച് നടന്ന എനിക്ക് വന്നു, ഭാര്യയ്ക്ക് വന്നു. ചെറിയ കോവിഡല്ല, മറ്റേ ഒമിക്രോൺ ഉണ്ടല്ലോ, എലി തുമ്മുന്ന പോലെ തുമ്മിയേച്ച് പെരക്കാത്ത, അതല്ല. ഡെൽറ്റ വന്നാൽ ചത്തുപോകുന്ന അന്തസ്സുള്ള കോവിഡ്. വരുവാണെങ്കിൽ അതൊക്കെ വരണം, ഈ ഉണക്ക കോവിഡ് വരരുത്. ഹല്ലേലൂയ. ആശുപത്രി കൊണ്ടിട്ടിരിക്കുന്നു. ഇടത്ത് കിടക്കുന്നവൻ ഛർദ്ദിക്കുന്നു, മരിക്കുന്നു. വലത് കിടക്കുന്നവൻ ശ്വാസം മുട്ടുന്നു, മരിക്കുന്നു.
ഞങ്ങൾ കണ്ണി ഒരു നോട്ടമുണ്ട്, ഇതെന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും അറിയില്ല, വെപ്രാളം കയറിപ്പോയി. അപ്പം എൻ്റെ പൊന്നും ദൈവമക്കളെ, ഈ സ്റ്റേജിൽ നിന്ന് വീര്യം പറയാൻ എളുപ്പമാണ്, പ്രശ്നങ്ങളുമായിട്ട് കൂട്ടി തട്ടണം, അന്നേരം വിവരം അറിയാം. നാളെ ഒരുത്തനോട് ഗൗരവത്തിൽ ചോദിച്ചു, ഒരു പുലി നിന്റെ ഫ്രണ്ടിൽ വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന്. അവൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്യണ്ട, പുലി എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞു. അല്ല കൃത്യമായിട്ട് കീറി വലിച്ച് ഉണക്കാനിട്ടേച്ച് പുലി അങ്ങ് പൊക്കോളൂ. പിന്നെ പുൾപിറ്റും മൈക്കും കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര അല്ലേ, ഇന്ത്യയൊക്കെ കാലിൻ്റെ കീഴ് വെച്ച് ചതച്ച് ഒതുക്കുന്ന ഒന്നും നടക്കില്ല. ഹല്ലേലൂയ. എല്ലാവർക്കും കോവിഡ്. ഞാനങ്ങ് വല്ലാതെ അസ്വസ്ഥനായി, എനിക്ക് രാത്രികൾ ഉറങ്ങാൻ മേലാതെ വന്നു. ആമേ, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും പനി കൂടി, പാസ്റ്റർ എല്ലാവരും. അപ്പം ഞങ്ങളുടെ ഇവിടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിനകത്തെല്ലാം മെസ്സേജ് വരിക, സുഭാഷ് കുമരകത്തിൻ്റെ വീട്ടിലും കോവിഡ്. അതിന് എൻ്റെ വീട്ടിൽ കോവിഡിന് കയറാൻ മേലെ. പാസ്റ്റർ അവിടെ ആശുപത്രി കൊണ്ട് എന്നെ ഇട്ടിരിക്കുക. ഈ ആർക്കും എന്നെ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടം വരെ മാസ്ക് വെച്ചിരിക്കുക, അത് ഇങ്ങനെ കയറ്റി. ഒരുത്തൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണി നോക്കി വെച്ച് ചോദിക്കുക, സുഭാഷ്ക്കും. ഞാൻ പറഞ്ഞു ആ. അടുത്ത ചോദ്യം, ഇതെന്താ ഇവിടെ? അതിനെ ഞാൻ മനസ്സിൽ ഓർത്തതാ, ഈ കോവിഡിൻ്റെ അണു വന്നപ്പോൾ പാസ്റ്ററാന്നുള്ള കാർഡ് കാണിക്കാൻ മറന്നുപോയെന്ന്. അയ്യോ, അല്ലാതെ അസ്വസ്ഥനായി. ഞാൻ ഒത്തിരി പേരോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് വയ്യ, ഉറക്കം കിട്ടുന്നില്ല. ചിലരൊക്കെ പറഞ്ഞു അവനെ പേടി പിടിച്ചു, വേറെ ചിലർ പറഞ്ഞു അവനെ മേലാഴിയുക, മനുഷ്യരെല്ലാം വായി വരുന്നു പറയുക. ഞാനാണ് എൻ്റെ പാസ്റ്ററെ നിലത്ത് കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം മിണ്ടുന്നില്ല. നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേക പരിപാടിയുണ്ട്. വളരെ എമർജൻസി ആയിട്ട് നമ്മൾ താഴെ കിടന്ന് കരയുമ്പോൾ വളരെ എമർജൻസി ആയിട്ട് മിണ്ടാതിരിക്കും. മിണ്ടിയില്ല. കർത്താവ് എന്നോട് ഒന്നും പറയുന്നില്ല. ഞാൻ പ്രവചിക്കുന്ന ഒരു ദൈവദാസനാണ്. ദൈവത്തിൻ്റെ ദൂതുകൾ ഞാൻ മറ്റുള്ളവരോട് പറയുന്നുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് ദൈവം എന്നോട് സംസാരിക്കുന്നു, എന്നെക്കുറിച്ച് ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. കഠിനമായ ശ്വാസം മുട്ടല്, ശരീരം ഉണങ്ങാൻ തുടങ്ങി, ഉറക്കമില്ലായ്മ എന്നെ കയറി പിടിച്ചു. ദൈവമൊന്നും മിണ്ടുന്നില്ല. ഞാൻ ചർച്ചിനകത്ത് പോയി കിടന്ന് ഉരുണ്ട് കരയാൻ തുടങ്ങി. ദൈവം എന്നോട് മിണ്ടുന്നില്ല. അന്ന് രാത്രി ഞാൻ എൻ്റെ ഡയറി എടുത്തേച്ച് ഒരു വരി എൻ്റെ ഡയറിക്കകത്ത് എഴുതി. ആരാ ആത്മീകനെന്നറിയാമോ? ദൈവത്തിന്റെ മൗനങ്ങളെ വായിക്കുന്നവനാണ് ആത്മീകൻ. നിങ്ങൾ എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേ. അങ്ങ് ഗേത്സമന മുതൽ കാൽവറി വരെ പാസ്റ്റർ 18 മണിക്കൂർ, ലോങ് ടൈം, 18 hours പിതാവ് യേശുവിനോട് മിണ്ടിയിട്ടില്ല. പക്ഷേ യേശു പിതാവിനെ തള്ളിപ്പറഞ്ഞില്ല. ആരോടോ ഞാൻ പ്രവചനം പറയാം, ദൈവത്തിന്റെ മൗനം ഇന്ന് രാത്രി കൊണ്ട് തീരാൻ പോവുക. ഇത് ആരോടുള്ള ദൈവത്തിന്റെ ദൂതൻ. പുസ്തകത്തിൽ വാക്യമുണ്ട് 15:23. അവൻ ആ വാക്ക് സംബന്ധിച്ച് ഒന്നും പറഞ്ഞില്ല. ഉണ്ടോ? അങ്ങനെ ഒന്നും പറഞ്ഞില്ല, മിണ്ടിയില്ല, സൈലൻസ്. ഇനി 15:24 യേശു പറഞ്ഞ വാക്ക് കേൾക്കണോ? ഇസ്രായേൽ ഗ്രഹത്തിലെ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. അതിന് ഞാൻ കൊടുക്കുന്ന പേര് റിജക്ഷൻ എന്നാണ്. റിജക്ഷൻ. മൂന്നാമത്തത് യേശു പറഞ്ഞ വാക്ക, മക്കളുടെ അപ്പം പട്ടിക്കുട്ടിക്ക് കൊടുക്കുകയില്ലെന്ന്. അതൊരു തരം ഇൻസൾട്ടിങ് ആണ്. എനിക്ക് താങ്ങാൻ മേലാത്ത ദൂത് വെച്ചോ, നമുക്ക് തീരാറായി വരുക. എനിക്ക് താങ്ങാൻ മേലാത്തത് ഇതിന്റെ പകുതി സുനിൽ പാസ് പറഞ്ഞാൽ മതി, പിന്നെ ചിലർ ആ സഭയിൽ കയറുകയില്ല. ഒന്നുകൂടെ പറയട്ടെ, സുനിൽ പാസ് ഇതിന്റെ പകുതി പറഞ്ഞാൽ മതി, ചിലർ ആ സഭയിൽ കയറുകയില്ല. യേശു ഇത്രയും പറഞ്ഞിട്ടും ആ സഹോദരി പുറകെ പോവുക. ഇനി നമ്മുടെ ദൂതിലേക്ക് വരാം. എനിക്ക് ക്രൂശിനെ ഉയർത്തിയേ പറ്റത്തുള്ളൂ. അവിടെ യേശു പറഞ്ഞു, ഇവളിൽ ഒരു ഭയങ്കര വിശ്വാസം ഞാൻ കാണുന്നുണ്ട്. എനിക്കറിയില്ല പാസ്റ്റർ, അവൾ അവിടെ ഓപ്പറേറ്റ് ചെയ്ത വിശ്വാസം എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ അവൾ ഓപ്പറേറ്റ് ചെയ്ത വിശ്വാസം? അവിടെ ബൈബിളിനകത്ത് വളരെ റെയറായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. യേശു പറഞ്ഞതാ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സ്ത്രീയെ നിന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ
യേശുവാ പറഞ്ഞത്. എക്സാഗ്രേഷൻസ് ഇല്ലാത്ത ഒരാള് ഒരു സ്ത്രീയോട് പറയാം, നിന്റെ അങ്ങനെയാണെങ്കിൽ ഏതോ ഒരു വലിയ വിശ്വാസം അവളുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഏതോ ഒരു ഭയങ്കര ഫെയ്ത്ത്, ഏതോ ഭയങ്കര ഫെയ്ത്ത് അവളുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി എല്ലാരും എന്നെ ശ്രദ്ധിച്ചേ, ആ ഫെയ്ത്ത് തന്നെ അന്ന് തപ്പി പിടിക്കണം. ശ്രദ്ധിച്ചോണം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. സ്ത്രീ പറഞ്ഞ മറുപടി കേട്ടോ, ആ എന്നെ പട്ടിയെന്ന് വിളിച്ചു, ഇനി പ്രാർത്ഥനയ്ക്ക് വരികയില്ല. അങ്ങനെയാണോ പറഞ്ഞത്? ഇല്ല. അവൾ പറഞ്ഞു, നായ്ക്കുട്ടികൾ മേശയുടെ കീഴെ കിടക്കും. ഓ, കേട്ടില്ല. പുനഃപ്രദേശമേ, നായ്ക്കുട്ടിയല്ലേ മേശയുടെ കീഴെ കിടക്കും. മേശപ്പുറത്തുനിന്ന് അപ്പം നുറുക്കി താഴോട്ടിട്ടാൽ ഞങ്ങൾ എടുക്കും. മേശപ്പുറത്തുനിന്ന് കീറി താഴോട്ടിട്ടാൽ ഞങ്ങൾ എടുക്കും. ഇംഗ്ലീഷ് ബൈബിളിൽ 3 വാക്കുകൾ കിടപ്പുണ്ട്. ഒന്ന്, ബ്രെഡ് പീസസ്, നുറുങ്ങിയ അപ്പം. 2, ക്രംസ്, അപ്പക്കഷണം. 3-മത്തേത് ബ്രോക്കൻ പീസസ്, തകർന്ന അപ്പം. ഇത് സാധാരണ വെളിപ്പാടല്ല, ഇത് റിയൽ ക്രൂശാണ്. പറയാം, ആ സഹോദരി പറഞ്ഞ എന്നാന്ന് പറയാം, ഞങ്ങൾ ഈ മേശയുടെ അടി കിടന്നോളാം. എനിക്കിപ്പോ ഇത്രയും കുനിയാൻ മേലാത്തോണ്ടാ കേട്ടോ. ഞങ്ങൾ ഈ മേശയുടെ അടി കിടക്കാം. പട്ടിന്നല്ലേ വിളിച്ചത്, ആയിക്കോട്ടെ, സന്തോഷം. പക്ഷേ ഇവിടെ 3-4 കൂട്ടം കാര്യം വ്യാഖ്യാനിക്കണം. 1, മക്കൾ. 2, അപ്പം. 3, മേശ. 4, മേശയുടെ അടി, നായ്ക്കുട്ടി. 4 കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കാം. മക്കൾ യഹൂദനാണ്. അപ്പം എന്റെ യേശുവാണ്. I am the living bread. മേശപ്പുറം കാൽവറിയാണ്, നായ്ക്കുട്ടി നമ്മളാണ്. അവള് പറഞ്ഞ വെളിപ്പാടെന്നറിയാമോ? മക്കളാകുന്ന യഹൂദൻ കാൽവറിയാകുന്ന മേശപ്പുറത്തിട്ട് യേശു ആകുന്ന അപ്പത്തെ എപ്പം വലിച്ചു കീറുന്നോ അവിടെ മേശക്കടി കിടക്കുന്ന ഞങ്ങൾ വിടുവിക്കപ്പെടും. കാര്യം എന്നറിയാമോ? അപ്പം നുറുക്കുകൾ ഞങ്ങളുടെ കൈ കിട്ടും. ആ ദൂതിന്റെ പച്ച മലയാളം, യേശു ക്രൂശിൽ മരിച്ചാൽ, അവന്റെ ശരീരം ഉടഞ്ഞാൽ പിന്നെ എന്റെ ശാപത്തിന് നിലനിൽപ്പില്ല. അക്കാരമൊന്ന് അടിച്ചു ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ